ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് ഒരു ഫാഷൻ ഡിസൈനർ ആകാൻ പറ്റുക, അല്ലെങ്കിൽ ഒരു ഫാഷൻ ഡിസൈനർ ആകാൻ നമുക്ക് എന്തൊക്കെയാണ് ആവശ്യം എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് സ്ട്രെയിറ്റ് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റ് ആണ്. ഇപ്പോൾ ഏതൊരു കോഴ്സ് പഠിക്കണമെങ്കിലും നമുക്ക് അതിനോട് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ അത് നമുക്ക് ഈസി ആയിട്ട് ലേൺ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ വേറൊരു കോഴ്സ് ഇഷ്ടപ്പെട്ട അതിൽ അഡ്മിഷൻ കിട്ടാതെ വന്ന് ഫാഷൻ ഡിസൈനിങ്ങിൽ ചേരാം എന്ന് വിചാരിച്ച് ചേരുന്നവർക്ക് ഈ ഒരു ഫാഷൻ ഡിസൈനിങ് പഠിക്കാനും ഇതിൽ ഓരോ കാര്യങ്ങൾ ചെയ്യാനും അവർക്ക് പെട്ടെന്ന് അത് പഠിച്ചെടുക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ അതുപോലെ തന്നെയാണ് നമുക്ക് ഈ ഒരു മേഖല എന്ന് പറഞ്ഞാൽ ഒരിക്കലും ചുമ്മാ ഇരിക്കാൻ പറ്റത്തില്ല. അതായത് ഒരു ഫ്രീ ടൈം എന്ന് പറയുന്ന ഒരു സംഭവം ഇതിനകത്തില്ല. നമ്മൾ 24/7 നമുക്ക് വർക്ക് ചെയ്താൽ മാത്രമേ എന്തെങ്കിലും ഇതിൽ നിന്നൊരു ഏർണിങ്സ് കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്ക് മടി കൊണ്ട് ഇതൊരിക്കലും പറ്റത്തില്ല. ഏതൊരു വർക്കാണെങ്കിലും നമ്മൾ എഫേർട്ട് എടുത്ത് തന്നെ ആ വർക്ക് ചെയ്യണം. അപ്പം ഇത് ഇൻട്രസ്റ്റ് ഇല്ലാത്തവരാണെങ്കിൽ ഇതൊക്കെ അവർക്ക് ഭയങ്കര ഒരു ബേർഡൻ ആയിട്ട് തോന്നും. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു മേഖലയോട് ഇൻട്രസ്റ്റ് ഉള്ളവർ മാത്രമാണ് ഇത് പഠിക്കാൻ വരാവുള്ളൂ. അതാണ് ഇതിലെ ഏറ്റവും വലിയ കാര്യം. അങ്ങനെ അല്ലാത്തവരെ കുറേ പേരെ എനിക്കറിയാം, അവരിപ്പോൾ കിടന്ന് ബുദ്ധിമുട്ടുന്നത് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഒരു ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഇതിനകത്തൊരു ബേസിക് ആയിട്ടൊരു മെയിൻ ഫാക്ടർ തന്നെയാണ്. സെക്കൻഡ് വേണമെന്ന് പറഞ്ഞാൽ ക്രിയേറ്റിവിറ്റിയാണ്. നമുക്ക് എല്ലാ കാര്യത്തിലും സ്വന്തമായിട്ടൊരു ക്രിയേറ്റിവിറ്റി വേണം. ഇപ്പോൾ ഒരു റെഡിമെയ്ഡ് ഗാർമെൻറ്റ് നമ്മൾ എടുക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് ആ ഗാർമെൻറ്റ് മേടിച്ചിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിന് അതിൻ്റെ അകത്ത് ചിലപ്പം ഒരു ഫ്രില്ല് പിടിപ്പിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഒരു മുത്ത് പിടിപ്പിക്കുന്നതായിരിക്കാം, അങ്ങനെ എന്തെങ്കിലും ആയിക്കോട്ടെ. ഒരു ഗാർമെൻറ്റ് മേടിച്ചിട്ട് അതിനെ നമ്മുടെ ഇഷ്ടത്തിന് അതിനെ ഒന്ന് മാറ്റി വേറൊരു സ്റ്റൈലിലേക്ക് ആക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതും ഒരു ക്രിയേറ്റിവിറ്റിയാണ്. അതുപോലെ തന്നെ ഇപ്പം കുഞ്ഞിലെ നമ്മൾ ക്രാഫ്റ്റൊക്കെ ഇങ്ങനെ ചെയ്യില്ല. അപ്പോൾ ക്രാഫ്റ്റൊക്കെ ചെയ്യാന്ന് പറഞ്ഞാൽ നോക്കി ചെയ്യാൻ നമുക്കറിയാം, പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നോ അതാണ് നമ്മുടെ ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത്. അതൊരു കളറിൻ്റെ ബേസിലായിരിക്കാം, അല്ലെങ്കിൽ അതിൻ്റെ ഷേപ്പിൻ്റെ ബേസിലായിരിക്കാം, എന്തെങ്കിലും ആയിക്കോട്ടെ. പക്ഷെ നമുക്ക് ആ ഒരു ക്രിയേറ്റിവിറ്റി ഉണ്ടെങ്കിൽ ഈ ഫാഷൻ ഡിസൈനിങ്ങിൽ അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് വിജയിക്കാൻ പറ്റും. തേർഡ് വൺ എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുക. അതായത് ഇപ്പോൾ ഒരു ഇൻഡസ്ട്രിയിൽ ഏതാണ് ഏറ്റവും കൂടുതൽ റണ്ണിങ് ആയിട്ടുള്ള ഒരു സ്റ്റൈല്, അല്ലെങ്കിൽ ഏതാണ് ഒരു മെറ്റീരിയൽ, അങ്ങനെ ഒരു ഫാഷൻ മേഖലയെ പറ്റി എപ്പോഴും നമ്മൾ അപ്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ് തേർഡ് പോയിന്റ്. ഫോർത്ത് വൺ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എല്ലാ കാര്യങ്ങളിലും നമ്മൾ നമ്മുടേതായിട്ടൊരു കയ്യൊപ്പ് പതിപ്പിക്കുക എന്നൊക്കെ പറയത്തില്ലേ, ആ ഒരു സെയിം സംഭവം തന്നെയാണ്. കാരണം നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു റെഡിമെയ്ഡ് ഗാർമെൻറ്റ് നമ്മൾ മേടിച്ചാലും അതിൽ ചിലപ്പം ഒരു യു നെക്കാണെങ്കിൽ നമുക്കത് വി നെക്കാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അത് ചിലപ്പോൾ ആ കടയിലുള്ള എല്ലാ ഗാർമെൻറ്റും യു നെക്ക് ആയിരിക്കും, പക്ഷെ നമ്മൾ ആ ഗാർമെൻറ്റ് മേടിച്ച് വി നെക്കാക്കുമ്പോൾ അത് നമ്മുടേതായിട്ടൊരു സ്റ്റൈൽ നമ്മളിവിടെ കൊണ്ടുവരുവാണല്ലോ ചെയ്തത്. അതുപോലെ ഏത് കാര്യങ്ങളിലാണെങ്കിലും നമ്മൾ ഒരാളെ ഇൻസ്പയർഡ് ആയിട്ടൊരു ഡ്രസ്സ് തയ്ക്കാൻ പറ്റുകയാണ്. അപ്പോൾ അയാൾ തയ്ക്കുന്ന ഡ്രസ്സ് ഒരു റെഡ് കളർ ഡ്രസ്സാണെങ്കിൽ നമ്മൾ ആ സെയിം മോഡൽ തന്നെ തയ്ക്കുമ്പോൾ അതൊരു ബ്ലൂ കളർ ആക്കുകയാണെങ്കിൽ അത് നമ്മുടേതായിട്ടൊരു ഇതിൽ കൊണ്ടുവന്ന ഒരു പുതിയ ഒരു ഫാഷനാണ്. അപ്പം ഇൻസ്പയർഡ് ആയിട്ട് ഡ്രസ്സ് തയ്ക്കുന്നതാണെങ്കിൽ പോലും നമ്മുടെ ഒരു കയ്യൊപ്പ്, ചിലപ്പോൾ അതിൻ്റെ അകത്ത് സ്ലീവ് ആയിരിക്കും വ്യത്യാസം, ഒരു സ്ട്രെയിറ്റ് സ്ലീവ് ആയിരിക്കും, നമ്മൾ അതിനെ പഫ് സ്ലീവ് ആക്കുകയാണെങ്കിൽ അത് പുതിയൊരു മോഡലായിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ ഒരു നമ്മുടേതായിട്ടുള്ള ഒരു ക്രിയേറ്റിവിറ്റി, നമ്മുടേതായിട്ടുള്ളൊരു കയ്യൊപ്പ് എല്ലാത്തിലും കൊണ്ടുവരാൻ സാധിക്കണം. പിന്നെ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞ ഒരു കളർ സെൻസാണ്. കാരണം ഇപ്പോൾ ഫെയർ ടു ഡാർക്ക് സ്കിൻ ടോൺ ഒക്കെ വരുന്നവർക്ക് അവർക്ക് ചേരുന്ന ഓരോരോ ഡ്രസ്സുകൾ കാണും. അപ്പോൾ ഓരോരോ കളറുകൾ അവർക്ക് കാണും. അപ്പോൾ ഇപ്പോൾ നമ്മളോടൊരു അഭിപ്രായം ചോദിക്കുമ്പോഴത്തേക്കിനും നമുക്കത് പറഞ്ഞു കൊടുക്കാൻ പറ്റണം. ഈ ഒരു കളർ എടുത്താൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ മാച്ചിങ് ആയിരിക്കും എന്നൊക്കെ. അങ്ങനെ ഒരു കളേഴ്സിനെ പറ്റി നമുക്കൊരു ബേസിക് ആയിട്ടുള്ള ഒരു നോളേജ് ഉണ്ടാവണം. പിന്നെ അത്യാവശ്യം വേണ്ടൊരു സാധനമാണ് ക്ഷമ. ഇപ്പോൾ നമ്മളൊരു ഗാർമെൻറ്റ് തയ്ക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ അതിൽ എന്തെങ്കിലും എംബ്രോയ്ഡറി ഒക്കെ ചെയ്യുമ്പോഴാണെങ്കിലും മിസ്റ്റേക്സ് സംഭവിക്കാം. അപ്പോൾ നമ്മൾ നല്ല ക്ഷമ വേണം. ക്ഷമയില്ലാതെ ഈ ഒരു സംഭവം പറ്റത്തേയില്ല. ഇപ്പോൾ ഒരു തവണ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്കിനും അത് ചിലപ്പോൾ പൊട്ടിപ്പോക്കും. അത് നമ്മൾ പിന്നെയും തയ്ക്കും, പിന്നെ അത് ശരിയാകത്തില്ല. അങ്ങനെ നമ്മൾ ഒരു 10 തവണയാണെങ്കിൽ ആ 10 തവണ ആ സ്റ്റിച്ച് അയച്ച് പിന്നെ അത് സ്റ്റിച്ച് ചെയ്ത് പെർഫെക്റ്റ് ആക്കണമെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ക്ഷമ വേണം. അപ്പോൾ ഇതിൽ ഏറ്റവും അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് തന്നെ ക്ഷമയാണ്. അപ്പോൾ ഇതാണ് ഒരു ഫാഷൻ ഡിസൈനർ എങ്ങനെയൊക്കെ ആവാം എന്നുള്ള ഒരു എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. താങ്ക്